ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് Iqoo Z6 എന്നൊരു ഡിവൈസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡിവൈസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഒരു 15,000-16,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ആദ്യം ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.58 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ് വരുന്നത്. ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന LCD പാനലാണ്. ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും അതോടൊപ്പം 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. 1080x2408 പിക്സൽസ് ആണ് സ്ക്രീൻ റെസൊല്യൂഷൻ. 401 പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റിയും ഡിവൈസിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡിവൈസിൽ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒട്ടുമിക്ക ഡിവൈസുകളിലും പഞ്ചോൾ ഡിസ്പ്ലേ ആണ് വരാറുള്ളത്. അത്യാവശ്യം ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് Iqoo Z6. ഡിവൈസിൻ്റെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 695 ആണ് ഡിവൈസിൽ വരുന്ന പ്രോസസ്സർ. അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ചൊരു ചിപ്സെറ്റ് തന്നെയാണ്. 5G capable ആണ്. പക്ഷേ ഏകദേശം 2 5G ബാൻഡ്സ് മാത്രമാണ് ഈ ഒരു ഡിവൈസ് സപ്പോർട്ട് ചെയ്യുന്നത്. 5G ഡിവൈസ് എടുക്കുന്ന സമയത്ത് അത് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. Adreno 619 ആണ് GPU. LPDDR4X RAM ആണ് ഡിവൈസിൽ വരുന്നത്. അതുപോലെ തന്നെ UFS 2.2 സ്റ്റോറേജ് ടൈപ്പുമാണ് ഡിവൈസിന് നൽകിയിട്ടുള്ളത്. Android 12 ബേസ് ചെയ്തിട്ടുള്ള FunTouchOS 12 ആണ് ഡിവൈസിൽ വരുന്ന യൂസർ ഇൻ്റർഫേസ്. ഈ ഒരു സ്മാർട്ട് ഫോൺ 3 വേരിയൻസിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. 4GB RAM ആൻഡ് 120GB സ്റ്റോറേജ് ആണ് ബേസ് വേരിയൻറ്റ്. 6GB 120GB മിഡിൽ വേരിയൻറ്റും അതുപോലെ തന്നെ 8GB 120GB ടോപ്പ് വേരിയൻറ്റുമാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ഏത് വേരിയൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇൻറ്റേർണൽ സ്റ്റോറേജ് നമുക്ക് 120GB ആണ് ലഭിക്കുന്നത്. സോ ലോ എൻഡ് വേരിയൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് 120GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ലഭിക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി ക്യാമറയെക്കുറിച്ച് നോക്കുന്ന സമയത്ത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിൽ. പ്രൈമറി സെൻസർ 50 MP ആണ്. പിന്നെ ഒരു 2 MP മാക്രോ ലെൻസും 2 MP ഡെപ്ത് സെൻസറുമാണ് ഡിവൈസിൽ വരുന്നത്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ 16MP സെൽഫി ക്യാമറയാണ്. f2.0 ആണ് അപ്പർച്ചർ വരുന്നത്. ഇനി ഈ ഒരു ഡിവൈസിൽ ഒരു 5000 mAh ബാറ്ററിയും 18 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് ഡിവൈസിൽ വരുന്നത്. ഹെഡ്ഫോൺ ജാക്കും ഡിവൈസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് Iqoo Z6 എന്ന ഡിവൈസിൻ്റെ സ്പെസിഫിക്കേഷൻസ്. ഈ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പെർഫോമൻസിന് മികച്ചൊരു ഡിവൈസ് തന്നെയാണ്. ഗെയിമിങ്ങിനും മറ്റും നമുക്ക് ഈ ഒരു ഡിവൈസ് ചൂസ് ചെയ്യാൻ സാധിക്കും. ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഈ ഒരു ഡിവൈസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പോരായ്മയായിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ ആയിട്ട് വരുന്ന സ്മാർട്ട് ഫോണുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഡിവൈസിൽ LCD പാനലാണ് എന്നൊരു കാര്യവും അതുപോലെ തന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് ഈ ഒരു ഡിവൈസിൽ കൊടുത്തിട്ടുള്ളത് എന്നൊരു കാര്യവുമാണ്. പിന്നെ 5G സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണെങ്കിൽ പോലും വെറും 2 5G ബാൻഡ്സ് മാത്രമാണ് ഇന്ത്യയിൽ ഈ ഒരു ഡിവൈസ് സപ്പോർട്ട് ചെയ്യുന്നത്. വിവോയിൽ നിന്ന് മുന്നേ ലോഞ്ച് ചെയ്ത വിവോ T1 5G എന്ന ഡിവൈസിൻ്റെ ഒരു റീബ്രാൻഡഡ് വേർഷൻ കൂടിയാണ് Iqoo Z6. എന്തായാലും ആ ഒരു ഡിവൈസൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ചെറിയൊരു പ്രൈസ് ഡിഫറൻസും കാര്യങ്ങളൊക്കെയാണ് ചില വേരിയൻസിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് കാർഡ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കുറഞ്ഞ വിലയിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ സെയിൽ നടക്കുന്നത് ഈ വരുന്ന മാർച്ച് 22-ാം തീയതിയാണ്. ആമസോണിലൂടെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസ് വേരിയൻറ്റ് 4GB 120GB വേരിയൻറ്റ് പ്രൈസ് വരുന്നത് ഏകദേശം 15,500 രൂപയും, മിഡിൽ വേരിയൻറ്റ് 6GB 120GB ഏകദേശം 17,000 രൂപയും, ടോപ്പ് വേരിയൻറ്റ് 8GB 120GB ഏകദേശം 18,000 രൂപയുമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.